ലേക്ക് തിരുവനന്തപുരത്ത് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. ഭർത്താവും സുഹൃത്തുക്കളും ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. 2 പേരെ കൂടി തിരിച്ചറിഞ്ഞതായി പോലീസ്. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. വിളിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന് 22 ദിവസമായി. ഈ 22 ദിവസത്തിനിടെ അപ്പോഴപ്പോഴും ബീച്ചിൽ പോകുമായിരുന്നു. ഇന്നലെയും പോയി ബീച്ചിൽ പോയിട്ട് ഇന്നും അതേപോലെ ബീച്ചിൽ പോയിട്ട് ഇവ അവൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു വെച്ചിരുന്നിട്ടാണ് കൊണ്ടുപോയി കുപ്പി കള്ളൊക്കെ മേടിച്ച് അവന്മാരുടെ റൂമിനകത്തിരുന്ന് കുടിച്ചിട്ട് പിന്നെ ഇവളെ കൊണ്ട് കുടിപ്പിച്ചിട്ട് അവിടെ ആക്കി കൊടുത്തിട്ട് ഇവ ഇറങ്ങി പൊക്കളഞ്ഞു. ഇവനെ എടുത്തുകൊണ്ട് പൊക്കളഞ്ഞു. ഇവനെ അവിടെ ആക്കി കൊടുത്തിട്ട് പോയി. എന്നിട്ട് അവന്മാർ 5 അവന്മാരും കൂടെ അവളെ വെച്ച് അവളെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയാണ്. റോഡിൽ കയറി കൊച്ചിനെ വലിച്ചടിച്ചുകൊണ്ട് റോഡിൽ കയറി കടിച്ച് പറിച്ച് കണ്ണൊക്കെ ബ്ലഡായിട്ട് കിടക്കുന്നു. അങ്ങനെ ഓടി കയറിയതാണ്. ഒരു കാറ് വന്ന് അവൾ കൈ കാണിച്ച് നിർത്തിയാണ് ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുകയായിരുന്നു. അനു, എപ്പോഴായിരുന്നു സംഭവം? എത്ര പേരാണ് കസ്റ്റഡിയിൽ ഉള്ളത്? ഗോപിക, പോലീസ് പറയുന്ന പ്രകാരം അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്ന പ്രകാരം ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് സംഭവം. പെൺകുട്ടിയുടെ കണിയാപുരത്തെ വീട്ടിൽ നിന്നും ഭർത്താവ് ബൈക്കിൽ ഈ പറയുന്ന പുതുക്കുറിച്ചി എന്ന് പറയുന്ന കോസ്റ്റൽ ഏരിയയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് സുഹൃത്തുക്കൾ മദ്യപിച്ചു. അതിനുശേഷം പെൺകുട്ടിയെ നിർബന്ധിച്ച് മദ്യപിച്ചു. അതിനുശേഷമാണ് ഭർത്താവിന്റെ കൂട്ടുകാരും ചേർന്ന് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പറയപ്പെടുന്നത്. അവിടെ നിന്നും ഇറങ്ങി ഓടിയ പെൺകുട്ടി മറ്റൊരു വാഹനത്തിൽ കയറി നാട്ടുകാരുടെ സഹായത്തോടു കൂടി വീട്ടിലെത്തുകയായിരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും യുവതി അങ്ങേയറ്റം തളർന്നിരുന്നു, അല്ലെങ്കിൽ അവശ നിലയിലായിരുന്നു. തുടർന്ന് പോലീസ് എത്തുകയും പെൺകുട്ടിയെ ചിറയൻകീഴ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഏതായിരുന്നാലും പെൺകുട്ടിയെ രാവിലെയോടുകൂടി വീട്ടിലേക്ക് എത്തിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പെൺകുട്ടി ഇപ്പോൾ വീട്ടിലാണ്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം കഠിനംകുളം പോലീസ് വീട്ടിലെത്തി പെൺകുട്ടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തും. കാരണം വളരെ ഗൗരവകരമായ ആരോപണങ്ങളാണ് പെൺകുട്ടി ഉന്നയിക്കുന്നത്. ഭർത്താവിന്റെ നേതൃത്വത്തിൽ സുഹൃത്തുക്കൾ ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതി. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഭർത്താവിനെ കൂടാതെ 2 പ്രതികളെ കൂടി, അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച 2 പേരെ കൂടിയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ 3 പ്രതികളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 2 പേരെ കൂടെ തിരിച്ചറിഞ്ഞതായി ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ട്. ഇവരെയും ഉടൻ അറസ്റ്റ് ചെയ്യും. ഇവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെയും കൃത്യമായി ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകും. ഏതായിരുന്നാലും ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഭർത്താവിന്റെ നേതൃത്വത്തിൽ ഭാര്യയെ കൂട്ടബലാത്സംഗം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസും വളരെ കാര്യക്ഷമമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് സംഘം എത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഗോപിക, ഇപ്പോൾ റൂറൽ SP അശോക് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സർ, അതിക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കസ്റ്റഡിയിൽ എല്ലാ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പ്രതികളെയൊക്കെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കസ്റ്റഡിയിലുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മൊഴി വെളിപ്പിനെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കോടതി മുമ്പായി കൊണ്ടുപോയിട്ട് ഹാജരാക്കിയിട്ട് കോടതിയിലെ മൊഴികൾ രേഖപ്പെടുത്തും. സാർ, ഒപ്പം തന്നെ എത്ര പേരാണ് കസ്റ്റഡിയിലുള്ളത്, ഭർത്താവ് ഉൾപ്പെടെ? അതിപ്പോ നമ്മൾ പുറത്ത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ മാഡം. ശരി, വളരെയധികം നന്ദി. റൂറൽ SP B അശോകനാണ് പ്രതികരിച്ചത്. VS അനു തിരുവനന്തപുരത്ത് നിന്ന് ശരിയാണ്. അനു, യുവതിയുടെ ആരോഗ്യനില കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ യുവതി ഗുരുതരാവസ്ഥയിലായിരുന്നു. പോലീസിന് മൊഴിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ ഏത് തരത്തിലാണ്? ഗോപിക, ഇപ്പോൾ റൂറൽ SP അശോക് പറഞ്ഞതുപോലെയാണെങ്കിൽ തീർച്ചയായും യുവതിയുടെ ആരോഗ്യത നല്ല പുരോഗതിയുണ്ട്. അതുകൊണ്ടായിരിക്കണം പുലർച്ചെ തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്തിയതും പെൺകുട്ടിയെ തിരികെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചതും. ഇപ്പോൾ പെൺകുട്ടിയും കണിയാപുരത്തെ വീട്ടിലാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനില ഇന്നലെ വളരെ അവശതയിലായിരുന്നു. നമുക്ക് ആ വിഷ്വലിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ദേഹത്ത് പലയിടങ്ങളിൽ മുറിവുണ്ടായിരുന്നതായി അമ്മയും പറയുന്നുണ്ട്. ഇപ്പോൾ ഏതായിരുന്നാലും പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തി എന്ന് വേണം നമുക്ക് കരുതാൻ. അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരിക്കലും പോലീസ് ഇത്തരം കേസുകളിൽ പെട്ടെന്ന് ഒരു മൊഴിയെടുപ്പിലേക്ക് പോലീസ് പോകാറില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഏതായിരുന്നാലും ഈ മൊഴിയിൽ എന്തൊക്കെ ഈ ആരോപണങ്ങൾ നേരത്തെ പെൺകുട്ടി ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
നമുക്ക് പറയുന്ന ഇപ്പോൾ റൂളേഴ്സിന്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി പ്രതികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പെൺകുട്ടി കൃത്യമായി ഈ നേരത്തെ ഉന്നയിച്ച പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ആ മൊഴി ആവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. നമുക്കറിയാൻ കഴിയുന്ന പ്രകാരമാണെങ്കിൽ പെൺകുട്ടിയുടെ ഭർത്താവിനെ കൂടാതെ 2 സുഹൃത്തുക്കളെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെയും ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ഭർത്താവും സുഹൃത്തുക്കളും ഉൾപ്പെടെ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ ആണ്. 2 പേരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇവർക്കായി തെരച്ചിൽ നടത്തുകയാണ്. യുവതിയുടെ മൊഴി വ്യക്തമായി തന്നെ ഇന്ന് പുലർച്ചെ എടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് VS അനു നൽകിയത്. ആനയെ കൊന്നവർ കുടുങ്ങും. പാലക്കാട് തിരുവിഴാംകുന്നിൽ കാട്ടാനയെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. തിരുവിഴാംകുന്നിനു പുറമെ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വനം വകുപ്പ് അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ സംയുക്ത അന്വേഷണം നടത്തുമെന്ന് പാലക്കാട് SP വ്യക്തമാക്കി. എന്നാൽ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചതായും ആരോപണമുണ്ട്. പാലക്കാട് തിരുവിഴാംകുന്നിൽ വായിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്കാണെന്നാണ് സൂചന. തിരുവിഴാംകുന്ന് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് മേഖലകളിലെ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിരവധി പേരെ ചോദ്യം ചെയ്തു. ഇതിൽ നിന്ന് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം. വനം വകുപ്പിന് പുറമെ പോലീസും കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്. വനം വകുപ്പുമായി സംയുക്ത അന്വേഷണം നടത്തുമെന്നാണ് പാലക്കാട് SP വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ പൈനാപ്പിളിനുള്ളിലാണ് സ്ഫോടക വസ്തു ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ലെന്നും മണ്ണർക്കാട് DFO സുനിൽകുമാർ പറഞ്ഞു. പൈനാപ്പിൾ എന്ന് പറയുന്നത് പൈനാപ്പിൾ തന്നെ ആണോ എന്നൊന്നും ഉറപ്പില്ല. അതിലൊരു കത്തിൽ വന്നതേ ഉള്ളൂ. ഒരിക്കലും അത്തരത്തിലേക്ക് ഉള്ള ഒരു രീതിയിൽ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ആനയ്ക്ക് കൊടുത്തായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചു. ദിവസങ്ങളോളം പരിക്കേറ്റ് നടന്ന കാട്ടാനയ്ക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിൽ വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്. പല വഴികളും ആളുകൾ നോക്കി ആട്ടി വിടാനൊക്കെ നോക്കി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഫോറസ്റ്റുകാർ ലാസ്റ്റ് പടക്കങ്ങളും ഈ തോട്ടം ഉണ്ടല്ലോ, മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കണം. അത് ജലാശയ സ്റ്റിക്ക് എന്തൊക്കെ പറഞ്ഞവർ അത് 2 എണ്ണം ഈ ആന നിൽക്കുന്ന സമയത്ത് ഈ വെള്ളത്തിലേക്ക് എറിഞ്ഞു. അത് തന്നെ ആനൻ്റെ മരണകാരണം, ഒരു മരണത്തിന് സംഭവിക്കാനൊരു കാരണമായിട്ട് നമുക്ക് കണക്കൂട്ടാം. കാരണം മീൻ പിടിക്കാനൊക്കെ എത്രയോ മീനുകൾ ചത്തുപന്തി ആ സമയത്ത്. പിന്നെ വാണം വിടുക മാൻ്റെ മേത്തേക്ക്, അതൊക്കെ ഈ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. അതൊക്കെ ഈ ആന മരിക്കാനുള്ള ഒരു കാരണം. അതിനെ സംരക്ഷിക്കാൻ ഈ ആനനെ ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനോ മറ്റോ ആരും ശ്രമിച്ചിട്ടില്ല. സത്യത്തിൽ കാട്ടാനയ്ക്ക് ചികിത്സ നൽകാൻ ശ്രമിച്ചിരുന്നതായും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മണ്ണർക്കാട് DFO വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്ത മേനക ഗാന്ധിക്കെതിരെ മുസ്ലിം ലീഗിന്റെ വക്കീൽ നോട്ടീസ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി KPM മജീദാണ് നോട്ടീസ് അയച്ചത്. ദുഷ്ടലക്ഷ്യത്തോടെ തെറ്റായ രീതിയിൽ ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ അധിക്ഷേപിച്ചെഴുതിയ ട്വീറ്റ് അടിയന്തരമായി പിൻവലിച്ച് ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ നിയമ നടപടിയും നോട്ടീസിൽ പറയുന്നു. ജൂൺ 8 മുതൽ ആരാധനാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പ്രായമായവരും കുട്ടികളും ഗർഭിണികളും വീടുകളിൽ തുടരണം. പ്രസാദം, തീർത്ഥം എന്നിവ ആരാധനാലയങ്ങളിൽ നൽകരുത് എന്നും നിർദ്ദേശമുണ്ട്. ഒരേ സമയം എത്ര പേർക്ക് പ്രവേശനം ആകാമെന്ന നിർദ്ദേശം മാർഗരേഖയിൽ ഇല്ല. ജൂൺ 8 മുതൽ ആരാധനാലയങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയുടെ പ്രവർത്തനം സംബന്ധിച്ചാണ് മാർഗരേഖ പുറത്തിറങ്ങിയത്. കണ്ടെയ്ൻമെന്റ് സോണിൽ ആരാധനാലയങ്ങൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം. 65 വയസ്സ് കഴിഞ്ഞവരും 10 വയസ്സിന് താഴെയുള്ളവരും മറ്റ് അസുഖങ്ങൾ ഉള്ളവരും വീടുകളിൽ തുടരണം. മാസ്കുകൾ ഇല്ലാത്തവരെ പ്രവേശിപ്പിക്കില്ല. ആളുകൾക്ക് ഒന്നിച്ച് പ്രവേശനമുണ്ടാകില്ല. വിഗ്രഹത്തിലോ വിശുദ്ധ ഗ്രന്ഥങ്ങളിലോ തൊടരുത്. സമൂഹ പ്രാർത്ഥനയ്ക്കുള്ള പായ കരുതണം. എല്ലാവർക്കുമായി പായ അനുവദിക്കില്ല. വരിയിൽ 6 അടി അകലം പാലിക്കണം. ആരാധനാലയം കൃത്യമായ ഇടവേളകളിൽ അണുവിമുക്തമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഷോപ്പിംഗ് മാളുകളിൽ കുട്ടികളുടെ വിനോദ കേന്ദ്രങ്ങളും സിനിമാ തിയേറ്ററുകളും പ്രവർത്തിക്കരുത്. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും തെർമൽ സ്ക്രീനിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കയറുന്നതിന് മുമ്പ് സന്ദർശകർ യാത്രാ വിവരങ്ങളും ആരോഗ്യസ്ഥിതിയും സാക്ഷ്യപ്പെടുത്തണം. ലഗേജുകൾ അണുവിമുക്തമാക്കിയ ശേഷം മാത്രമേ മുറികളിൽ എത്തിക്കാവൂ എന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഒരിടവേളയ്ക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങുകൾ പുനരാരംഭിച്ചു. ഇന്ന് 9 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുക. വിശദാംശങ്ങളുമായി സുബി വിശ്വനാഥ് ചേരുകയാണ്. സുബി, കോവിഡ് മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണോ വിവാഹങ്ങൾ?
ഗോപിക കോവിഡ് സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ടാണ് ഇന്ന് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 6 മണിക്കാണ് ആദ്യ വിവാഹം നടന്നത്. തൃശൂർ സ്വദേശിയായ അലാബി മേനോനും കൊല്ലം സ്വദേശിയായ അരുണും തമ്മിലുള്ള വിവാഹമാണ് ആദ്യം നടന്നത്. ഇവർ ഏപ്രിൽ 20 വിവാഹം നടത്തേണ്ടതായിരുന്നു. എന്നാൽ ഇത് ലോക്ക്ഡൌണിനെ തുടർന്ന് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതാണ്ട് 2.5 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഗുരുവായൂരിൽ വീണ്ടും വിവാഹങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പൂർണ്ണമായും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ദേവസ്വത്തിന്റെയും ഒപ്പം തന്നെ പോലീസും അവിടെ സന്നിഹിതരായിരുന്നു. ആദ്യ വിവാഹം നടന്നതിന് ശേഷം ആ മണ്ഡപം സാനിറ്റൈസ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ മണ്ഡപത്തിലാണ് വിവാഹം നടന്നത്. വധുവിന്റെയും വരന്റെയും ബന്ധുക്കൾ ഉൾപ്പെടെ 10-ൽ താഴെ ആളുകൾ മാത്രമാണ് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. മറ്റൊരു ചടങ്ങുകളും ഇവരാരും തന്നെ പങ്കെടുത്തിരുന്നില്ല. ഇവർക്ക് ആർക്കും തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം നൽകിയിരുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം ഫോട്ടോഗ്രാഫർമാർ, അതായത് വധുവിന്റെയും വരന്റെയും ഫോട്ടോഗ്രാഫർമാരെ കൂടെ അനുവദിച്ചിട്ടില്ല. ദേവസ്വം ഫോട്ടോഗ്രാഫർമാരെയാണ് ഫോട്ടോ എടുത്ത് ഇത് നൽകിയിരുന്നത്. ഇന്നലെ മുതലാണ് വിവാഹങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ആരും തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തേക്ക് വിവാഹം മാറ്റിവെച്ചത്. 9 വിവാഹങ്ങളാണ് ഇന്ന് നടക്കുക. ഇതിനോടകം തന്നെ 58 വിവാഹങ്ങൾ ഗുരുവായൂരിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം പരമാവധി 60 വാഹനങ്ങൾക്ക് സുവി വിശ്വനാഥൻ നൽകിയത്. സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ 7 കോവിഡ് മരണങ്ങൾ, 500 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. മരണസംഖ്യയും കോവിഡ് കേസുകളുടെ എണ്ണവും ഏറ്റവും ഉയർന്നത് ഇന്നലെയാണ്. ഇന്നലെ സംസ്ഥാനത്ത് 3 കോവിഡ് മരണങ്ങൾ, 94 കോവിഡ് രോഗികളും. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കോവിഡ് കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഒരാഴ്ചക്കിടെ കേരളത്തിൽ 7 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 500 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1.4% ഒരാഴ്ചത്തെ മരണശരാശരി. സംസ്ഥാനത്തെ ആകെ രോഗികളിൽ 31% റിപ്പോർട്ട് ചെയ്തത് ഈ 7 ദിവസത്തിനുള്ളിലാണ്. ഏറ്റവും സങ്കീർണമായ ദിവസങ്ങളാണ് വരുന്നതെന്നും ജാഗ്രത കുറയരുതെന്നുമാണ് വിദഗ്ധ അഭിപ്രായം. മുൻപത്തെ സാഹചര്യത്തെക്കാളും ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യവും സംസ്ഥാനവും കടന്നു പോകുന്നുള്ള വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാർച്ച് ഏപ്രിൽ മാസം ഉണ്ടായ എപ്പിഡമിക്കിന്റെ പീക്ക്, ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സമയം ഉണ്ടായെന്ന് പറയുന്നത് ആക്റ്റീവ് കേസസ് വെറും 266 പേരാണ് ഒരു സമയം ഉണ്ടായ ആക്റ്റീവ് കേസസ്. ഇന്ന് നമുക്ക് 800-ൽ കൂടുതൽ ആക്റ്റീവ് കേസസ് ഇപ്പം ആക്റ്റീവ് കേസായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതായത് രോഗവ്യാപനത്തിന്റെ സാധ്യതയും കൂടുതലാണ്. അതുകൂടാതെ മരണസാധ്യതയും ഇപ്പം കൂടുതലായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സമ്പർക്കത്തിലൂടെ രോഗപകർച്ച നിയന്ത്രിക്കാനായിട്ടുണ്ട്. 28 പേർക്കാണ് ഒരാഴ്ചക്കിടെ സമ്പർക്കത്തിലൂടെ രോഗപകർച്ച. ഇതുവരെ 1588 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 66 ലക്ഷം കടന്നു. മരണം 4 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. 24 മണിക്കൂറിനിടെ 1400-ലേറെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യയിൽ ബ്രസീൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും പിന്നിലായി 3-ാം സ്ഥാനത്തായി. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 20 ലക്ഷത്തിലേക്ക് എത്തുന്നു. ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ പ്രതിഷേധം രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 3 ഇരട്ടി വർദ്ധിപ്പിച്ചുവെന്ന് ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കുമോ പറഞ്ഞു. ന്യൂസിലാൻഡിൽ 2 ആഴ്ചയിലേറെയായി പുതിയ രോഗികൾ ഇല്ല. ജൂൺ പകുതിയോടെ രാജ്യം കോവിഡ് ഭീതിയിൽ നിന്ന് പൂർണ്ണമായ മുക്തി നേടുമെന്ന് ന്യൂസിലാൻഡ് സർക്കാർ വ്യക്തമാക്കി. ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തിൽ അമേരിക്കയിൽ പ്രതിഷേധം അവസാനിക്കുന്നില്ല. കറുത്ത വർഗ്ഗക്കാരോടുള്ള അവഗണന ഭരണകൂടം അവസാനിപ്പിക്കണമെന്ന് ഫ്ലോയിഡിന്റെ അനുസ്മരണ ചടങ്ങിൽ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഫ്ലോയിഡിന്റെ കൊലപാതകത്തെ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് അപലപിച്ചു. ഫ്ലോയിഡിന് നീതി ഉറപ്പാക്കുമെന്ന് പെൻസ് ആവർത്തിച്ചു. Broke out of shelter. First flight I took was to stand together, and I think. ഇന്ന് പരിസ്ഥിതി ദിനം. കോവിഡും തുടർന്നുള്ള ലോക്ക്ഡൌണുമെല്ലാം മനുഷ്യരെ വീടുകളിൽ അടച്ചപ്പോൾ പ്രകൃതി അതിന്റെ പഴയ രൂപം തിരികെ പിടിച്ചു. അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞത് ഓസോൺ പാളിയിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാക്കി. കാട്ടിലും കടലിലും മനുഷ്യ സാന്നിധ്യത്തിലെ കുറവുണ്ടാക്കിയ വ്യതിയാനം ചെറുതല്ല. കോവിഡിനെ പ്രതിരോധിക്കാൻ ലോകരാജ്യങ്ങളെല്ലാം സ്വീകരിച്ച മാർഗമാണ് ലോക്ക്ഡൌൺ. ജനങ്ങളെ വീടുകളിലടച്ച ലോക്ക്ഡൌൺ പക്ഷേ പരിസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. വാഹനങ്ങൾ നിരത്തിലിറങ്ങാതായതും ഫാക്ടറികളുടെ പ്രവർത്തനം നിലച്ചതും മാലിന്യം പുറന്തള്ളുന്നതിലെ കുറവുമെല്ലാം സ്വയം ശുദ്ധീകരിക്കാൻ പ്രകൃതിക്ക് കരുത്തായി. വായുമലിനീകരണം ഗണ്യമായി കുറഞ്ഞു. പുക കൊണ്ട് മൂടിയ മഹാനഗരങ്ങളുടെ ആകാശം തെളിഞ്ഞു. വനപാതകളിൽ നിന്ന് വാഹനങ്ങൾ ഒഴിഞ്ഞതോടെ വന്യജീവികൾ സ്വൈരവിഹാരം തുടങ്ങി.
എന്നാൽ ഇക്കാലത്ത് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം താരതമ്യേന കുറയുകയും ചെയ്തു. പുഴകളും തോടുകളും തെളിഞ്ഞൊഴുകാൻ തുടങ്ങി. കടലിലേക്കെത്തുന്ന മാലിന്യത്തിന്റെ അളവും കുറഞ്ഞു. കടൽ ജീവികൾ പഴയ ജീവിതം തിരികെ പിടിക്കുന്നു. വെനീസിലെ കനാലുകളിൽ ഡോൾഫിനുകൾ കൂട്ടത്തോടെ എത്തി. അവ സന്തോഷത്തോടെ നീന്തുന്ന കാഴ്ച അതിലും സന്തോഷത്തോടെ വീടുകളിലിരുന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ പങ്കുവച്ചു. ഇറ്റലിയിൽ മാത്രമല്ല, ഇങ്ങ് കോഴിക്കോട് കറുത്ത നിറത്തിലൊഴുകിയ കനോലി കനാലിന്റെ അടിത്തട്ട് വരെ തെളിഞ്ഞു കണ്ടു. എന്നാൽ എക്കാലവും വീടുകളിൽ അടച്ചിടാവുന്നതല്ല മനുഷ്യജീവിതം. അങ്ങനെയൊരു പരിസ്ഥിതി സംരക്ഷണം സാധ്യവുമല്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ മറക്കാതിരിക്കേണ്ട ഒന്നുണ്ട്: പ്രകൃതിയില്ലാതെ മനുഷ്യനില്ല. കോവിഡിനെ അതിജീവിച്ചാലും മലിനീകരണം പഴയപടി തുടർന്നാൽ സർവനാശമായിരിക്കും ഫലം. കനോലി കനാൽ മുതൽ മഹാസമുദ്രങ്ങൾ വരെ ഒരു പരിധിവരെ വൃത്തിയാക്കിയെടുക്കാൻ ലോക്ഡൌൺ കാലത്തിന് സാധിച്ചു. പക്ഷേ പ്രകൃതിയെ കുപ്പത്തൊട്ടിയാക്കുന്ന പഴയ ശീലങ്ങൾ മാറ്റിയില്ലെങ്കിൽ എല്ലാം പഴയപടിയാവാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കേരള കോൺഗ്രസിൽ ജോസ് കെ മാണി തർക്കം രൂക്ഷമാകുന്നതിനിടെ പുതിയ രാഷ്ട്രീയ സാഹചര്യം യോഗം ചർച്ച ചെയ്യും. പമ്പാ നദിയിലെ മണൽവാരലിനെ ചൊല്ലിയുള്ള സർക്കാരിലെ ഭിന്നതയും ചർച്ചയ്ക്ക് വന്നേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. ഓൺലൈനായി ചേരുന്ന സംസ്ഥാന സമിതിക്കുള്ള തീയതിയും സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. ഒരിടവേളയ്ക്ക് ശേഷം പത്തനംതിട്ട CPM-ൽ വിഭാഗീയത രൂക്ഷമാകുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനന്തഗോപന്റെ മകൻ അടക്കമുള്ള 10 പേർ ഏരിയ കമ്മിറ്റി അംഗത്വം രാജിവെച്ചതോടെയാണ് ജില്ലയിലെ വിഭാഗീയത മറനീക്കി പുറത്തുവന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ദേശാഭിമാനി ഏരിയ ലേഖകനും അടക്കമുള്ള പ്രമുഖരാണ് രാജിവെച്ചത്. CPM-ൽ വിഭാഗീയത കത്തിനിന്ന കാലത്ത് ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും പിണറായിക്കൊപ്പം നിലയുറപ്പിച്ചപ്പോൾ മുഖം തിരിച്ചു നിന്ന കമ്മിറ്റിയാണ് പത്തനംതിട്ട. VS പക്ഷത്തിന്റെ ഉരുക്കുകോട്ടയെന്നറിയപ്പെട്ട പത്തനംതിട്ടയിൽ പല പ്രമുഖ നേതാക്കളും പിന്നീട് പിണറായി പക്ഷത്തെത്തി. ഇതോടെ വിഭാഗീയത അവസാനിച്ചെന്നായിരുന്നു നേതാക്കളുടെ വിലയിരുത്തലുകൾ. എന്നാൽ ഈ വിലയിരുത്തൽ തെറ്റെന്ന് തെളിയിക്കുന്നതാണ് ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ 10 പേരുടെ രാജി. CPM മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് കെ അനന്തഗോപന്റെ മകൻ അഭിലാഷ് ഗോപനാണ് രാജിവെച്ചവരിൽ പ്രമുഖൻ. അനന്തഗോപന്റെ അടുത്ത ബന്ധുവും ഇരവിപേരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രാജീവ് ഗോപനാണ് രാജിവെച്ച മറ്റൊരു പ്രമുഖൻ. പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ദേശീയ ശ്രദ്ധ നേടുകയും നിരവധി അവാർഡുകൾ സ്വന്തമാക്കുകയും ചെയ്തയാളാണ് രാജീവ് ഗോപൻ. കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി മാത്യുവും ദേശാഭിമാനി ഏരിയ ലേഖകൻ ജോർജ് വർഗീസുമാണ് രാജിവെച്ച മറ്റു 2 പ്രമുഖർ. ഏരിയ കമ്മിറ്റി അംഗം ഷിജു കുരുവിള ലോക്കൽ കമ്മിറ്റി അംഗമായ വനിതയുമായി ശരിയല്ലാത്ത ബന്ധം പുലർത്തിയെന്നാണ് രാജിവെച്ച 10 പേരുടെയും പരാതി. പരാതി പരിശോധിച്ച CPM ജില്ലാ സെക്രട്ടേറിയറ്റ് 15 ദിവസത്തിനകം അന്വേഷണം നടത്തി സത്യം കണ്ടെത്തണമെന്ന് ഏരിയ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. 20-അംഗ ഏരിയ കമ്മിറ്റിയിൽ 10 പേർ ഷിജുവിനൊപ്പമാണ്. ഈ സാഹചര്യത്തിൽ ഷിജുവിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. ഇതോടെ ജില്ലാ നേതൃത്വം ഷിജുവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് മറ്റു 10 പേരും രാജിവെക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി കെ ഉദയഭാനുവിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് രാജിയെന്നാണ് ഷിജുവിനൊപ്പമുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ വാദം. പരസ്യപ്രഖ്യാപനം നടത്തി രാജിവെച്ചതോടെ ഇവർക്ക് തിരിച്ചുവരാനുള്ള വഴിയടഞ്ഞെന്നാണ് ജില്ലാ നേതാക്കളുടെ നിലപാട്. എന്തായാലും വരും ദിവസങ്ങളിൽ ജില്ലയിൽ വിഭാഗീയത രൂക്ഷമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് 18 പത്തനംതിട്ട. താഴത്തങ്ങാടി കൊലക്കേസിൽ പോലീസിന് പ്രതിയിലേക്ക് എത്താൻ നിമിത്തമായത് പ്രതി മുഹമ്മദ് ബിലാലിന്റെ അച്ഛൻ നിസാം കുട്ടിയാണ്. കൊല്ലപ്പെട്ട വീട്ടമ്മയുടെയും ഭർത്താവിന് ഷോക്കേൽപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളിലടക്കം നിർണായക തെളിവുകളും നിസാം പോലീസിന് കൈമാറി. വീട്ടിൽ നിന്നും വഴക്കുണ്ടാക്കിയിറങ്ങിയ മകനെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് നിസാംകുട്ടി ഞായറാഴ്ച തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മുമ്പ് താമസിച്ചിരുന്നിടത്ത് തിങ്കളാഴ്ചയുണ്ടായ കൊലപാതകവും മകന്റെ തിരോധാനവും ചേർത്ത് വായിച്ച നിസാം പോലീസിന് കൂടുതൽ വിവരങ്ങൾ കൈമാറി. തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനെ കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് ബിലാൽ എവിടെയുണ്ടെന്ന് തന്ത്രപൂർവ്വം മനസ്സിലാക്കി. പെട്രോൾ പമ്പിൽ നിന്നടക്കം ലഭിച്ച അവ്യക്തമായ CCTV ദൃശ്യങ്ങളിൽ നിന്നും മകനെ തിരിച്ചറിഞ്ഞതും പിതാവ് തന്നെയാണ്. അവൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം വീട് വിട്ട് പോയിട്ടുള്ളയാളാണ്. അങ്ങനെയുള്ള ഈ വിവരങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. അന്നേരമാണ് ആ സാർ എന്നെ ഒരു ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോ കണ്ടപ്പോൾ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഇത് ഇവനാന്ന് പറഞ്ഞു.
ദമ്പതികളെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ശരീരത്തിൽ ഇരുമ്പ് കമ്പി കെട്ടി ഷോക്കടിപ്പിക്കാൻ ശ്രമിച്ചതും പാചകവാതകം തുറന്നുവിട്ടതും പോലീസിന് ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ മകൻ വിദഗ്ധനാണെന്ന് പിതാവ് പറഞ്ഞതോടെ ഇക്കാര്യത്തിലെ ആശയക്കുഴപ്പവും പോലീസിന് ഒഴിവായി. ഇവന് ഈ ഗ്യാസ് കുറ്റിയായിട്ട് കണക്ഷനുണ്ട്. കാരണം ഗ്യാസ് കുറ്റിയുടെ പരിപാടി, അത് ഗ്യാസ് സിലിണ്ടർ, സ്റ്റൗ നന്നാക്കാനും എല്ലാം അറിയാം, നമ്മുടെ കടയിലൊക്കെ. അതുപോലെ വയറിങ്ങിൻ്റെ പരിപാടി ഇവൻ ഇവൻ തന്നെ ചെയ്യും. ഇവൻ്റെ ബാഗിനകത്ത് ഈ വയറിൻ്റെ കഷ്ണം ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തലേദിവസം ഇവൻ മിസ്സിങ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു നെഞ്ചിടിപ്പുണ്ടായിരുന്നു. താഴ്ത്തങ്ങാടിയിൽ വീട്ടമ്മയെ തലക്കടിച്ചു കൊന്ന കേസിൽ വ്യാഴാഴ്ചയാണ് പ്രതി മുഹമ്മദ് ബിലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളത്തെ കുന്നുംപുറത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളും ആലപ്പുഴയിൽ നിന്ന് കാറും കണ്ടെത്തിയിരുന്നു. താഴ്ത്തങ്ങാടിയിലെ വീട്ടിൽ പ്രതിയുമായെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. MS അനീഷ് കുമാർ, ന്യൂസ് 18 കോട്ടയം. ഉത്രയെ പാമ്പ് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും ഒന്നാം പ്രതിയുമായ സൂരജിന്റെ അമ്മയും സഹോദരിയും ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യും. സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമങ്ങൾ ഇരുവർക്കുമെതിരെ നിലനിൽക്കുമെന്ന പത്തനംതിട്ട SPയുടെ റിപ്പോർട്ട് വനിതാ കമ്മീഷൻ അന്വേഷണ സംഘത്തിന് കൈമാറി. ഉത്രയുടെ സ്വർണം ഒളിപ്പിച്ചതിൽ ഭാര്യ രേണുകയ്ക്കും പങ്കുണ്ടെന്ന് സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. സൂരജിന് പുറമെ കേസിൽ അറസ്റ്റിലായ സുരേന്ദ്രനും നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് റിമാൻഡിലാണ്. പമ്പ നദിയിൽ അടിഞ്ഞ മണലും മാലിന്യങ്ങളും ജില്ലാ ഭരണകൂടം നേരിട്ടിടപെട്ട് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. മണൽ പമ്പയിലെ KSRTC സ്റ്റാൻഡിന് പിന്നിൽ നിക്ഷേപിക്കാനാണ് തീരുമാനം. 125 ലോഡ് മണലും മാലിന്യങ്ങളും ഇന്നലെ നീക്കം ചെയ്തു. ജില്ലാ കളക്ടർ നേരിട്ടെത്തിയാണ് നടപടികൾക്ക് തുടക്കം കുറിച്ചത്. നീങ്ങി തുടങ്ങിയ ട്രെയിനിലെ 4 വയസ്സുള്ള കുട്ടിക്ക് പാലുമായി ഓടിയെത്തിയ RPF കോൺസ്റ്റബിൾ ഇന്ദർ സിംഗ് യാദവിന് റെയിൽവേ മന്ത്രിയുടെ ആദരം. ജോലിക്കുപരിയായി മനുഷ്യത്വത്തിന് വില നൽകിയ കോൺസ്റ്റബിൾ സോഷ്യൽ മീഡിയയിലും ഏറെ പ്രശംസ പിടിച്ചുപറ്റി. ഭോപ്പാൽ സ്റ്റേഷനിലെത്തിയ ബെൽഗാം ഖൊരഗ്പൂർ ശ്രമിക് ട്രെയിനിലെ യാത്രക്കാരി ഷെരീഫ് ഹാഷ്മിയാണ് RPF കോൺസ്റ്റബിൾ ഇന്ദർ സിംഗ് യാദവിന്റെ സഹായം തേടിയത്. ബെൽഗാം സ്റ്റേഷനിൽ നിന്ന് 4 വയസ്സുള്ള കുഞ്ഞിന് പാല് വാങ്ങാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഭോപ്പാൽ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇന്ദർ സിംഗ് യാദവിനോട് കാര്യം അവതരിപ്പിച്ചു. മൈക്കിലൂടെ അറിയിപ്പ് നൽകുകയായിരുന്ന ഇന്ദർ സിംഗ് അമ്മയും കുഞ്ഞിനെയും ട്രെയിനിലേക്ക് അയച്ച ശേഷം പാൽ വാങ്ങാൻ സ്റ്റേഷന് പുറത്തുള്ള കടയിൽ പോയി. പാലുമായി എത്തിയപ്പോൾ ട്രെയിൻ നീങ്ങി തുടങ്ങിയിരുന്നു. ഒരു കൈയിൽ സർവീസ് റൈഫിളും മറ്റേ കൈയിൽ പാലുമായി ഇന്ദർ പാഞ്ഞു. ട്രെയിനിന് വേഗം കൂടിയെങ്കിലും ജനലിലൂടെ പാൽ നൽകി. ദൃശ്യങ്ങൾ വൈറലായതോടെ ഇന്ദറിന് അഭിനന്ദന പ്രവാഹമാണ്. റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ദർ സിംഗിന് ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഇന്ദറിനെ യഥാർത്ഥ ഹീറോ എന്നാണ് കുട്ടിയുടെ അമ്മ ഷെരീഫ് ഹാഷ്മി വിശേഷിപ്പിച്ചത്. 3 വർഷം മുമ്പ് ലക്നൌ റെയിൽവേ സ്റ്റേഷനിൽ വേർപെട്ടുപോയ കുട്ടികളെ അമ്മയുമായി ഒരുമിപ്പിച്ച് ഇന്ദർ സിംഗ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.